ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ചെറുപഴം ആയാലും മതി. അപ്പോൾ ഇത് നന്നായി കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം, 1 കപ്പ് തേങ്ങ ചിരവിയത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉടയാതെ കിടക്കുന്ന പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പം ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പം ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. അപ്പം ഞാനിവിടെ ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് വെള്ളം കേട്ടോ. അപ്പം നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണം, എന്നാലേ ഈ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നത്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ നമ്മുടെ മിക്സ് ഇരിക്കുക. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മാവല്ല, അങ്ങനെ ആകുമ്പോൾ ഉൾവശമൊക്കെ വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് മാവ് എടുത്ത് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ടുകൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഓരോ ബോൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കൈ ഒന്ന് നനക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറമെ നന്നായിട്ട് കരിഞ്ഞു കിട്ടും, ഉൾവശോട്ട് വേവില്ല. അപ്പോൾ നമ്മുടെ ബോൾ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഈവനിങ് സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഞാൻ ഇടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്